മത്തായി എഴുതിയ സുവിശേഷം അധ്യായം 8. അദ്ദേഹം മലയിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ വലിയ ജനസമൂഹം അദ്ദേഹത്തെ അനുഗമിച്ചു. ഒരു കുഷ്ഠരോഗി അദ്ദേഹത്തിന്റെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി, കർത്താവേ, അങ്ങേക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും എന്ന് പറഞ്ഞു. യേശു കൈനീട്ടി ആ മനുഷ്യനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധനാവുക എന്ന് പറഞ്ഞു. തൽക്ഷണം കുഷ്ഠം അവന് വിട്ടുമാറി. അവൻ സുഖപ്പെട്ടു. യേശു അവനോട്, നോക്കൂ, ആരോടും പറയരുത്. എന്നാൽ നീ പോയി നിന്നെ തന്നെ പുരോഹിതന് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് സാക്ഷ്യത്തിനായി മോശെ കൽപ്പിച്ച വഴിപാട് അർപ്പിക്കുക എന്ന് പറഞ്ഞു. യേശു കഫർന്നഹൂമിൽ പ്രവേശിച്ചപ്പോൾ ഒരു ശതാധിപൻ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ അടുക്കലെത്തി. അയാൾ പറഞ്ഞു, കർത്താവേ, എന്റെ ദാസൻ പക്ഷപാതം പിടിപെട്ട് വലിയ വേദന സഹിച്ചുകൊണ്ട് വീട്ടിൽ കിടക്കുന്നു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സുഖപ്പെടുത്തും എന്ന് പറഞ്ഞു. കർത്താവേ, അങ്ങെന്റെ ഭവനത്തിൽ വരുവാൻ എനിക്ക് യോഗ്യതയില്ല. എന്നാൽ അങ്ങൊരു വാക്ക് കൽപ്പിച്ചാൽ എന്റെ ദാസന് സൗഖ്യം വരും. ഞാനും അധികാരത്തിന് കീഴ്പ്പെട്ടവനാണ്. എന്റെ കീഴിൽ പടയാളികളുണ്ട്. ഒരുത്തനോട് ഞാൻ പോകൂ എന്ന് പറയുമ്പോൾ അവൻ പോകുന്നു, മറ്റൊരുത്തനോട് വരൂ എന്ന് പറയുമ്പോൾ അവൻ വരുന്നു. ഞാൻ എന്റെ ദാസനോട് ഇത് ചെയ്യൂ എന്ന് പറയുമ്പോൾ അവൻ ചെയ്യുന്നു എന്ന് ശതാധിപൻ മറുപടി പറഞ്ഞു. ഇത് കേട്ട് യേശു ആശ്ചര്യപ്പെട്ടു. തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞു, ഇത്ര വലിയ വിശ്വാസം ഇസ്രായേലിൽ പോലും ആരിലും ഞാൻ കണ്ടിട്ടില്ല എന്ന് സത്യമായി നിങ്ങളോട് പറയുന്നു. കിഴക്കുനിന്നും പടിഞ്ഞാറുനിന്നും അനേകർ വന്ന് അബ്രഹാമിനോടും ഇസ്ഹാക്കിനോടും യാക്കോബിനോടും കൂടെ സ്വർഗരാജ്യത്തിൽ വിരുന്നിനിരിക്കും. രാജ്യത്തിന്റെ പുത്രന്മാരോ പുറത്ത് അന്ധകാരത്തിൽ തള്ളപ്പെടും. അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. പിന്നെ യേശു ശതാധിപനോട്, പൊയ്ക്കൊള്ളുക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ സമയത്ത് തന്നെ അയാളുടെ ദാസന് സൗഖ്യം ലഭിച്ചു. യേശു പത്രോസിന്റെ വീട്ടിലെത്തിയപ്പോൾ പത്രോസിന്റെ അമ്മാവിയമ്മ പനി പിടിച്ച് കിടപ്പിലായിരിക്കുന്നത് കണ്ടു. അദ്ദേഹം അവളുടെ കൈ തൊട്ടു. പനി അവളെ വിട്ടു. അവൾ എഴുന്നേറ്റ് അദ്ദേഹത്തെ പരിചരിച്ചു. സന്ധ്യ ആയപ്പോൾ അനേകം ഭൂതഗ്രസ്തരെ അദ്ദേഹത്തിന്റെ അടുക്കൽ കൊണ്ടുവന്നു. ഒരു വാക്കുകൊണ്ട് അദ്ദേഹം ഭൂതങ്ങളെ പുറത്താക്കുകയും സകല രോഗികളെയും സുഖപ്പെടുത്തുകയും ചെയ്തു. അദ്ദേഹം നമ്മുടെ ബലഹീനതകളെ ഏറ്റെടുത്തു, നമ്മുടെ വേദനകളെ ചുമന്നു എന്ന് യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്തിരുന്നത് നിറവേറുന്നതിനായി ഇത് സംഭവിച്ചു. തന്റെ ചുറ്റുമുള്ള ജനസമൂഹത്തെ കണ്ടപ്പോൾ യേശു തടാകത്തിന്റെ മറുകരയിലേക്ക് പോകാൻ നിർദ്ദേശം നൽകി. അപ്പോൾ ഒരു വേദജ്ഞൻ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന്, ഗുരു, അങ്ങ് എവിടെ പോയാലും ഞാൻ അങ്ങേ അനുഗമിക്കാം എന്ന് പറഞ്ഞു. അതിന് യേശു, കുറുനരികൾക്ക് മാളങ്ങളും ആകാശത്തിലെ പക്ഷികൾക്ക് കൂടുകളുമുണ്ട്, മനുഷ്യപുത്രനോ തലചായ്ക്കാൻ ഇടമില്ല എന്ന് ഉത്തരം പറഞ്ഞു. ശിഷ്യന്മാരിൽ മറ്റൊരുവൻ അദ്ദേഹത്തോട്, കർത്താവേ, ആദ്യം പോയി എന്റെ പിതാവിന്റെ ശവസംസ്കാരം നടത്തുവാൻ എന്നെ അനുവദിച്ചാലും എന്ന് പറഞ്ഞു. എന്നാൽ യേശു അവനോട്, നീ എന്നെ അനുഗമിക്കുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ എന്ന് പറഞ്ഞു. പിന്നെ അദ്ദേഹം വഞ്ചിയിൽ കയറി. ശിഷ്യന്മാർ അദ്ദേഹത്തോടൊപ്പം യാത്രയായി. പെട്ടെന്ന് തടാകത്തിൽ ഉഗ്രമായൊരു കൊടുങ്കാറ്റുണ്ടായി. വഞ്ചി മുങ്ങിപ്പോകും വിധം തിരമാലകൾ ഉയർന്നു. യേശുവോ ഉറങ്ങുകയായിരുന്നു. ശിഷ്യന്മാർ ചെന്ന്, കർത്താവേ, ഞങ്ങളെ രക്ഷിക്കണമേ, ഞങ്ങൾ മുങ്ങിപ്പോകുന്നു എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഉണർത്തി. അല്പവിശ്വാസികളെ, നിങ്ങൾ ഇത്ര ഭയപ്പെടുന്നതെന്ന് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് കാറ്റിനെയും തിരകളെയും ശാസിച്ചു. കടൽ പ്രശാന്തമായി. ആ മനുഷ്യർ ആശ്ചര്യപ്പെട്ടു. ഇദ്ദേഹം ആര്? കാറ്റും തിരകളും പോലും ഇദ്ദേഹത്തെ അനുസരിക്കുന്നുവല്ലോ. അവർ പറഞ്ഞു. അദ്ദേഹം അക്കരെ ഗദരദേശത്തെത്തിയപ്പോൾ ഭൂതം ബാധിച്ച 2 പേർ കല്ലറകളിൽ നിന്ന് അദ്ദേഹത്തിനെതിരെ വന്നു. ആർക്കും അതുവഴി കടന്നു പോകുവാൻ സാധിക്കാത്ത വിധം അവർ അത്യുഗ്രന്മാരായിരുന്നു. അങ്ങേക്ക് ഞങ്ങളോട് എന്ത് കാര്യം? നിശ്ചിത സമയത്തിന് മുൻപേ ഞങ്ങളെ പീഡിപ്പിക്കുവാനോ അങ്ങ് വന്നിരിക്കുന്നത്? അവർ അട്ടഹസിച്ചു. അവരിൽ നിന്ന് കുറെ അകലെയായി ഒരു വലിയ പന്നിക്കൂട്ടം മേഞ്ഞുകൊണ്ടിരുന്നു. ഭൂതങ്ങൾ യേശുവിനോട്, അങ്ങ് ഞങ്ങളെ പുറത്താക്കുന്നുവെങ്കിൽ പന്നിക്കൂട്ടത്തിലേക്ക് ഞങ്ങളെ അയക്കണമേ എന്ന് യാചിച്ചു. പോകുവിൻ, അദ്ദേഹം അവരോട് കൽപ്പിച്ചു.
അവർ പുറപ്പെട്ട് പന്നികളിൽ പ്രവേശിച്ചു. അവ കൂട്ടമായി കടും തൂക്കായ ചെരുവിലൂടെ തടാകത്തിലേക്ക് പാഞ്ഞു ചെന്ന് വെള്ളത്തിൽ ചാടി മുങ്ങിച്ചത്തു. പന്നികളെ മേയിച്ചിരുന്നവർ പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ഭൂതഗ്രസ്തർക്ക് സംഭവിച്ചതുൾപ്പെടെ എല്ലാ വിവരവും ആളുകളെ അറിയിച്ചു. പട്ടണത്തിലുള്ളവർ ഒന്നാകെ യേശുവിനെ കാണാൻ വന്നു. അദ്ദേഹത്തെ കണ്ടപ്പോൾ തങ്ങളുടെ ദേശം വിട്ടു പോകണമെന്ന് അവർ അപേക്ഷിച്ചു.